39 ഡിഗ്രീസിലുള്ള ML എന്ന സി ബാൻഡ് റഷ്യൻ സാറ്റലൈറ്റ് നമ്മൾ ഇന്ന് ട്രാക്ക് ചെയ്യുകയാണ്. ഡിഷ് ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യാൻ പറ്റിയ റഷ്യൻ സാറ്റലൈറ്റാണ്. ഇവിടെ ചാനൽസ് ഡൗൺലിങ്ക് ചെയ്യപ്പെടുന്നത് സർക്കുലർ പൊളാരിറ്റിയിലാണ്. അതുകൊണ്ട് ഒരു ടെഫ്ലോൺ അല്ലെങ്കിൽ ഗ്ലാസ് പീസ് നമ്മൾ LNBയിൽ ഇൻസേർട്ട് ചെയ്യേണ്ടതുണ്ട്. LNBയിലെ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ പിന്നുകൾ ഒരേ പകുതിയിൽ വരത്തക്ക വിധമാണ് ഗ്ലാസ് അല്ലെങ്കിൽ ടെഫ്ലോൺ ഷീറ്റ് നിങ്ങൾ വെക്കേണ്ടത്. ഇവിടെ നമ്മൾ ML എന്ന സാറ്റലൈറ്റ് ആഡ് ചെയ്ത് ബ്ലൈൻഡ് സ്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. GT മീഡിയ V9 പ്രൈം എന്ന റിസീവറാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലെ റൈറ്റ് ലെഫ്റ്റ് പൊളാരിറ്റിയിലുള്ള ട്രാൻസ്പോണ്ടറുകൾ യഥാക്രമം ഹോറിസോണ്ടൽ വെർട്ടിക്കൽ ട്രാൻസ്പോണ്ടറുകളായിട്ട് റിസീവറിൽ ട്യൂൺ ചെയ്യപ്പെടുന്നു. നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തിലെ ടൈം സോണുകളും വ്യത്യസ്തമാണ്. അതുകൊണ്ട് ടൈം സോണുകൾ അടിസ്ഥാനമാക്കി ഒരേ ചാനൽ പലതവണ ഇതിൽ ആവർത്തിച്ച് വരുന്നത് കാണാം. T2MI എന്ന ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്ന റിസീവറിലാണ് ഇതിലെ ചാനൽസ് നമുക്ക് ലഭിക്കുക. റഷ്യൻ ഭാഷയിലാണ് ഇതിലെ ചാനൽസ് സ്കാൻ ചെയ്യപ്പെടുന്നത്. 62ഓളം ചാനൽസാണ് ഇതിൽ സ്കാൻ ചെയ്തപ്പോൾ ലഭിച്ചത്. ബ്ലൈൻഡ് സ്കാനിൽ മിസ്സിംഗ് ITP, മാനുവൽ സ്കാനിൽ നമുക്ക് ആഡ് ചെയ്യാം. മുൻപൊക്കെ ഒരു സാറ്റലൈറ്റ് ട്രാക്കറുടെ ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു ഒരു റഷ്യൻ സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്ത് ചാനൽസ് കാണുക എന്നത്. ആ ഒരു താല്പര്യമുള്ളവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാൻ പറ്റിയ സാറ്റലൈറ്റാണ് ഈ ML. ഇതിലെ ചാനലുകൾ പ്രധാനമായും വാർത്താ സംബന്ധിയായ ചാനലുകളും സിനിമ, സീരിയൽ സംപ്രേഷണം ചെയ്യുന്ന ചാനലുകളുമാണ്. കുട്ടികൾക്കായി കാരൂസൽ എന്നൊരു ആനിമേഷൻ ചാനലും ലഭ്യമാണ്. റഷ്യയുടെ ഇൻ്റർനാഷണൽ വാർത്താ ചാനലായ റഷ്യ ടുഡേ, അതുപോലെ RTR പ്ലാനറ്റ്, റഷ്യ 24 എന്നീ ന്യൂസ് ചാനലുകളും സിനിമ, സീരിയൽ പ്രോഗ്രാമുകൾ സംപ്രേഷണം ചെയ്യുന്ന റൺ TV, STS, TV3, മിർ തുടങ്ങിയ ചാനലുകളും മ്യൂസ് TV എന്നൊരു മ്യൂസിക് ചാനലും ഈ സാറ്റലൈറ്റിൽ നമുക്ക് ലഭിക്കുന്നു. ഈ സാറ്റലൈറ്റിലെ സി ബാൻഡ് ബീമുകൾ വളരെ പവർഫുള്ളാണ്. കവറേജ് മാപ്പുകൾ പരിശോധിച്ചാൽ സൗത്ത് ഇന്ത്യ ഔട്ട് ഓഫ് കവറേജ് ഏരിയയാണ്. എങ്കിൽ കൂടി നല്ലൊരു സിഗ്നൽ നമുക്ക് ഈ സാറ്റലൈറ്റിൽ ലഭിക്കുന്നുണ്ട്. അലൂമിനിയം മെഷ് 8 ഫീറ്റ് ഡിഷാണ് ഈ സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യാൻ ഞാൻ ഉപയോഗിച്ചത്. ഈ കൊച്ചു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഇതിലെ വീഡിയോകൾ കാണാൻ സമയം ചെലവഴിച്ച എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി.